ശ്രീകുമാർ, അഹമ്മദാബാദ് സമ്മേളനം എന്തു പ്രതീക്ഷയാണ് താങ്കൾക്ക് നൽകുന്നത്? അഹമ്മദാബാദ് സമ്മേളനം കോൺഗ്രസ് മാറ്റത്തിനൊത്ത് പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് കൊടുക്കുന്നത്. ദേശീയ തലത്തിൽ BJPക്കുള്ള ഒരു മുന്നറിയിപ്പ് ഗാന്ധി, നെഹ്റു, പട്ടേൽ, അംബേദ്കർ എന്നിവരുടെ ആശയങ്ങളിൽ കോൺഗ്രസ് മുറുകെ പിടിക്കുന്നു എന്നുള്ളതാണ്. കോൺഗ്രസ്സുകാരനല്ലാത്ത അംബേദ്കറെ പോലും കോൺഗ്രസ് ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഇന്ത്യയിൽ ദുർബലമായ ഇടതുപക്ഷം, ആ ഇടതുപക്ഷത്തിൻ്റെ അസാന്നിധ്യം കോൺഗ്രസ് നികത്തും എന്ന് സൂചന നൽകുന്നു. ഇത് കോൺഗ്രസിനെ എതിർക്കുന്ന, കേരളത്തിൽ എതിർക്കുന്ന, ദേശീയ തലത്തിൽ വിമർശിക്കുന്ന ഇടതുപക്ഷവും മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് മധുരയിലെ പാർട്ടിയുടെ CPMൻ്റെ പാർട്ടി കോൺഗ്രസ് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഗാന്ധിയും അതുപോലെ മല്ലികാർജ്ജുന ഖാർഗെയൊക്കെ പ്രസംഗത്തിൽ പറഞ്ഞത്, പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിനൊപ്പം തന്നെ പാർട്ടിയുടെ പദവികളിലിരിക്കുന്നവർ അവർക്ക് പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ ദയവായി വിശ്രമിക്കൂ എന്ന് പറഞ്ഞത്. അതായത് ആലങ്കാരികമായിട്ട് ഈ പദവികൾ കൊണ്ടു നടക്കേണ്ട കാര്യമില്ല. രണ്ട് കാര്യമുണ്ട്. ഒന്ന്, സംഘടനാപരമായ പ്രവർത്തനത്തിന് അത് അത്യാവശ്യമാണ്. രണ്ടാമത്തെ കാര്യം, സ്മൃതി ഈ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പ് ഒരു രാഷ്ട്രീയ കക്ഷിക്ക് പരമപ്രധാനമാണ്. ആ തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടി എന്ത് ചെയ്യണം എന്ന് ആ സമയത്ത് തീരുമാനിക്കാതെ അതിന് മുന്നേ തന്നെ മുന്നൊരുക്കം നടത്തണം. അതുകൊണ്ടാണ് DCC പ്രസിഡന്റുമാർക്ക് കൂടുതൽ അധികാരം നൽകുന്നു എന്നുള്ള അതൊരു സത്യത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പ്രാവർത്തികമാക്കാൻ കഴിയുന്ന ഒന്നല്ല. പക്ഷേ അത് നൽകുന്ന സൂചന എന്താണെന്ന് വെച്ചാൽ, ജില്ലാ തലങ്ങളിൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തേണ്ട ചുമതല ജില്ലാ അധ്യക്ഷന്മാർക്കുള്ളതെന്നാണ്. അല്ലാണ്ട് DCC പ്രസിഡന്റുമാർക്കൊരു പരമാധികാരം എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കപ്പെടും. അത് ഇന്ത്യയിൽ ഒരിടത്തും പ്രാവർത്തികമാക്കാൻ കഴിയുന്ന ഒന്നല്ല. പക്ഷേ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളിൽ അധിപന്മാരായിരിക്കുന്നവർ അവരുടെ ജില്ലയിൽ ആ പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള എല്ലാ വിധത്തിലുള്ള അധികാരവും ഉപയോഗിക്കണം എന്നാണ് അർത്ഥം. ഇന്നിപ്പോൾ അങ്ങനെ അല്ലല്ലോ. ഇന്നിപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ നേരെ നേതൃതലത്തിലേക്ക് അത് വിടുകയാണ്. അതെന്തായാലും ഇനിയും ഉപേക്ഷിക്കണമെന്നാണ് അത് നൽകുന്ന സൂചന. മറ്റുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഗാന്ധിജി ആണെങ്കിലും നെഹ്റു ആണെങ്കിലും പട്ടേലാണെങ്കിലും, നെഹ്റുവിനെ CPM BJP പൂർണ്ണമായും തമസ്കരിക്കുന്നു. ഗാന്ധിയൻ തത്വസംഹിത അവർ ഉൾക്കൊണ്ടു എന്ന് പറയുകയും എന്നാൽ ചില ഘട്ടങ്ങളിൽ ഗാന്ധിജിക്കെതിരായ ചില നീക്കങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. അംബേദ്കറെ പരിഹസിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഗാന്ധിയെയും നെഹ്റുവിനെയും പട്ടേലിനെയും, ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ നട്ടലായിരുന്നു പട്ടേലാണ് RSSനെ നിരോധിച്ചത്. അപ്പോൾ അതൊക്കെ തിരിച്ച് ജനങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് കോൺഗ്രസ് ഈ സമ്മേളനത്തിലൂടെ. അഹമ്മദാബാദ്, ഗുജറാത്ത് തിരഞ്ഞെടുത്ത് അതിനുവേണ്ടിയാണ്. അതായത് ഗാന്ധിജിയുടെയും പട്ടേലിൻ്റെ ജന്മനാട്ടിൽ നടക്കുന്ന സമ്മേളനത്തിൽ നെഹ്റുവും പട്ടേലും തമ്മിൽ തർക്കം ഉണ്ടായിരുന്നില്ല. അതുപോലെ ഗാന്ധിജിയുടെ സന്ദേശങ്ങൾക്ക് ഇപ്പോഴും പ്രസക്തമാണ്. അംബേദ്കറെ നെഹ്റു മന്ത്രിസഭയിൽ അംഗമാക്കിയ, കോൺഗ്രസ്സുകാരനായിരുന്നില്ലല്ലോ അംബേദ്കറെ കോൺഗ്രസ് മന്ത്രിസഭയിൽ അംഗമാക്കിയ ആ അംബേദ്കറെ ഞങ്ങളിപ്പോൾ വീണ്ടും അംബേദ്കർ ആശയങ്ങൾ വീണ്ടും കൊണ്ടുവരുന്നത്. അങ്ങനെ എല്ലാ തരത്തിലും സാമൂഹിക നീതി എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഗുജറാത്തിലെ സമ്മേളനത്തിൻ്റെ മുഖ്യമായ സന്ദേശം. സാമൂഹിക നീതി എന്ന് പറയുമ്പോൾ അതിൽ ജാതി സെൻസസ് വരും, അതുപോലെ തന്നെ മറ്റ് ഘടകങ്ങൾ വരും, അതുപോലെ മതസ്വാതന്ത്ര്യം വരും, വർഗീയതയ്ക്കെതിരായ പോരാട്ടം വരും, ഇതെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ജാതി സെൻസസ് എന്നുള്ള ഒരു പുതിയ ചിന്ത നമ്മളുടെ ജയ്പൂർ സമ്മേളനത്തിൽ, കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ മുന്നോട്ട് വെച്ചിരുന്നു. സ്മൃതിക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. പഴയകാലത്ത് നെഹ്റു, ഇന്ദിരാഗാന്ധി ആ ഒരു കാലഘട്ടത്തിൽ ജാതി സെൻസസിനെ കോൺഗ്രസ് അനുകൂലിച്ചിരുന്നില്ല. പക്ഷേ ഇന്ന് കാലഘട്ടത്തിൻ്റെ ആവശ്യം അതാണെന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, മാറ്റമാണ് കോൺഗ്രസ് ഉൾക്കൊള്ളുന്നത്. ആ മാറ്റം ഉൾക്കൊള്ളുന്ന ഒരു നിസ്സാര കാര്യം കൂടി ഞാൻ പറഞ്ഞു വയ്ക്കാം. ടീഷർട്ട് ഇടണം എന്നുള്ള രാഹുൽ ഗാന്ധിയുടെ ആഹ്വാനം നോക്കൂ. അത് യുവജനങ്ങൾക്കുള്ള ഒരു സന്ദേശം കൂടിയാണ്. അങ്ങനെ എല്ലാ വിധത്തിലും പാർട്ടിയെ സജ്ജമാക്കുക, കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ അവരുടെ നിലപാടുകൾക്കെതിരായ നീക്കം ശക്തമാക്കുക. ഇടതുപക്ഷം അവർ വിഷമിക്കേണ്ട കാര്യമില്ല. അവർക്ക് ഊർജ്ജം പകരാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ആസാദ് ഹിമാചൽ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുക. ഇതാണ് ഗുജറാത്ത് കോൺഗ്രസിൻ്റെ AICC സമ്മേളനം നൽകുന്ന സന്ദേശം. Debate with Smriti Parittikad.